കോട്ടയം തിരുവാതുക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ കൊല്ലപ്പെട്ട വിജയകുമാർ മീര ദമ്പതികളുടെ സംസ്കാരം ഇന്ന് വൈകിട്ട് 3-ന് വീട്ടുവളപ്പിലാണ് സംസ്കാരം. കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിൽ രാവിലെ പൊതുദർശനം നടത്തും. വിദേശത്തുള്ള മകൾ കഴിഞ്ഞ ദിവസമാണ് നാട്ടിലെത്തിയത്. സനോജ് തന്നെ തുടരുന്നുണ്ട് വിവരങ്ങളുമായി. സനോജ്, ഇന്ന് ഇരട്ടക്കൊലപാതകത്തിൽ മരിച്ച വിജയകുമാറിന്റെയും ഭാര്യ മീരയുടെയും സംസ്കാരമാണ്. നമുക്കറിയാം, ഇന്നലെ തന്നെ ഇത്തരത്തിൽ നമ്മൾ പുറത്തുവിട്ട CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസ് തെളിവായി ശേഖരിച്ച അന്വേഷണം വലിയ രീതിയിൽ തന്നെ പുരോഗമിക്കുന്ന സാഹചര്യം. മകൾ നാട്ടിലെത്തിയിരിക്കുന്നു. ഇന്ന് സംസ്കാരം. എങ്ങനെയാണ് മറ്റു വിവരങ്ങൾ? ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഇന്ദ്രപ്രസ്ഥ ഓഡിറ്റോറിയത്തിൻ്റെ മുൻഭാഗത്താണ്. ഇവിടെ ഇപ്പോൾ ഇരുവരുടെയും മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കിടത്തിയിട്ടുണ്ട്. ഈ ഹാളിൻ്റെ ഉള്ളിലാണ് ഈ മൃതദേഹങ്ങൾ പൊതുദർശനത്തിനായി കിടത്തിയിട്ടുള്ളത്. രാവിലെ 9 മണിയോടുകൂടിയാണ് രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ എത്തിച്ചത്. ഇപ്പോൾ നിരവധി ആളുകൾ, ഇദ്ദേഹവുമായി ഏറെ അടുപ്പം പുലർത്തിയിരുന്ന നിരവധി ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുകയാണ്. വിദേശത്തുണ്ടായിരുന്ന മകൾ മടങ്ങിയെത്താൻ വൈകിയതാണ് സംസ്കാര ചടങ്ങുകൾ നീണ്ടുപോകാൻ ഇടയാക്കിയത്. ഇന്നലെയാണ് മകൾ നാട്ടിലെത്തിയത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ശനിയാഴ്ച സംസ്കാര ചടങ്ങുകൾ നിശ്ചയിക്കുകയായിരുന്നു. രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ ഇവിടെ തന്നെ, അതായത് ഈ വിജയകുമാറിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലൊന്നായിരുന്ന ഇന്ദ്രപ്രസ്ഥം ഓഡിറ്റോറിയത്തിലാണ് ഇപ്പോൾ കിടത്തിയിട്ടുള്ളത്. 1 മണിക്കൂറിലേറെയാണ് ഇവിടെ പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാകുക എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മന്ത്രി VN വാസവൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വൈകുന്നേരം 3 മണിയോടുകൂടിയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇവിടുത്തെ പൊതുദർശനം പൂർത്തിയാക്കിയ ശേഷം പിന്നീട് കൊല നടന്ന തിരുവാതിക്കലിലെ ശ്രീവത്സം വീട്ടിലേക്ക് കൊണ്ടുപോകും. അവിടെയാവും പിന്നീടുള്ള പൊതുദർശന ചടങ്ങുകൾ ഉണ്ടാവുക. അതിനുശേഷം 3 മണിയോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കും. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിൻ്റെ അന്വേഷണം ശരിയായ ദിശയിൽ മുന്നോട്ട് പോവുകയാണ്. മുമ്പ് സൂചിപ്പിച്ചതുപോലെ തന്നെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം കൈരളി TV-യാണ് ഈ അമിത് ഉറാങ് കൊലപാതകം നടത്തുവാൻ പോകുന്നത് CCTV ദൃശ്യവും കൊല നടത്തിയതിനു ശേഷം മടങ്ങി വരുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവിട്ടത്. ഈ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാൻ ജില്ലാ പോലീസ് മേധാവി അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഈ പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമ്പോൾ ഈ പ്രതി കൊല നടത്തിയതിനു ശേഷം വിജയകുമാറിൻ്റെ വീട്ടിലെ CCTV-യുടെ DVR യും അത് സമീപത്തെ പുഴയിൽ ഉപേക്ഷിക്കുകയുമായിരുന്നുവെന്ന് മൊഴി നൽകിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിയുമായി അവിടെ എത്തി തെളിവെടുപ്പ് നടത്തുമ്പോൾ അവിടെ നിന്നും ഈ DVR കണ്ടെത്തുവാൻ പോലീസിന് കഴിഞ്ഞിരുന്നു. ഇതിന് ശേഷം പിന്നീടാണ് നമ്മൾ ഈ CCTV-യുമായി പോകുന്ന ദൃശ്യങ്ങൾ പുറത്തുവിട്ടത്. അതൊക്കെ ഈ കേസിനെ സംബന്ധിച്ച് നിർണായകമാണ്. ദൃക്സാക്ഷികളില്ലാത്ത കേസായതുകൊണ്ട് തന്നെ പരമാവധി ശാസ്ത്രീയ തെളിവുകളും വിരലടയാള വിദഗ്ധ പരിശോധനകളുമൊക്കെ തന്നെ കോടതിയിൽ ഹാജരാക്കി പ്രതിക്ക് അർഹമായ ശിക്ഷ വാങ്ങി നൽകുവാനുള്ള തീരുമാനത്തിലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോഴുള്ളത്. തീർച്ചയായും കോട്ടയം ഇരട്ടക്കൊലപാതകത്തിൽ കൊല്ലപ്പെട്ട വിജയകുമാറിന്റെയും മീരയുടെയും പൊതുദർശനം തുടരുകയാണ്. ഇന്ന് വൈകിട്ട് 3 മണിയോടെയായിരിക്കും ഇരുവരുടെയും സംസ്കാരം. വിവരങ്ങളാണ് സനോജ് സുരേന്ദ്രൻ നൽകിയത്.